ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റായി വന്ന വിജയ് പടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ ഗോട്ട് മൂവിയിൽ സംഭവിക്കുമ്പോൾ ഒരു ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യമാണ് ഒരു സിനിമ കാണുന്ന ആൾക്കാർക്ക്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഒരു മൂവി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നന്നാവുമ്പോൾ മാത്രമാണ് അതൊരു നല്ല പടമാകുന്നത്. ഈ നല്ല ഫുൾ സാറ്റിസ്ഫാക്ഷൻ എന്നത് നോർമൽ ന്യൂട്രൽ ഓഡിയൻസ് ആയാലും ഫാൻസ് ആയാലും കിട്ടുന്നത്. നമ്മൾ വിജയ് പടങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ മെർസൽ തൊട്ട് ഇതുപോലുള്ള പടങ്ങൾ നോക്കുമ്പോൾ ആകെ മെർസൽ മാത്രമാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേപോലെ ഹെവി ആയിട്ടുള്ള സാധനമുള്ളത്. ബാക്കി എല്ലാം തന്നെ ഒരേ ടൈപ്പ് പോരായ്മകളാണ് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്ന പിഴവുകൾ. മെർസൽ കഴിഞ്ഞിറങ്ങിയ സർക്കാർ ചിത്രം നോക്കുകയാണെങ്കിലും വലിയ പടമൊന്നും അല്ലെങ്കിലും സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് നൈസാണ്. സെക്കൻഡ് ഹാഫ് 1 ഡൗൺ ആവുകയും ചെയ്തു. അത് കഴിഞ്ഞിറങ്ങിയ ബിഗിലും സെയിം രീതിയാണ്. ബിഗിലിൻ്റെ ഫസ്റ്റ് ഹാഫ് അന്ന് നൈസായിരുന്നു. രായപ്പൻ ഇൻട്രോ ഫൈറ്റ് വന്നിട്ട് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ഫുട്ബോൾ സീൻസിൻ്റെ VFX കൊണ്ടാണോ എന്നറിയില്ല, എന്നാലും സെക്കൻഡ് ഹാഫ് ഡൗൺ ആണ്. ബിഗിൽ കഴിഞ്ഞിറങ്ങിയ മാസ്റ്ററും ഇതിൻ്റെ മെയിൻ ഉദാഹരണമാണ്. ഹെവി ആയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു മാസ്റ്ററിൻ്റെ. കിടിൽ എന്ന് പറഞ്ഞാൽ കിടിലിന് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത്രയും ഹെവി ആയൊരു ഫസ്റ്റ് ഹാഫ് കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫ് ആവറേജ് രീതിയിലാണ് പോയത്. മാസ്റ്റർ കഴിഞ്ഞിറങ്ങിയ ബീസ്റ്റും 2 ഹാഫും വലിയ ഗുണമൊന്നുമില്ലെങ്കിലും തമ്മിൽ ഭേദം ഫസ്റ്റ് ഹാഫാണ്. ആ ഇൻട്രോ ഫൈറ്റ് കഴിഞ്ഞ് മാളിൽ പോയി കോണയിൽ വെച്ച് തല വെട്ടുന്നവരെ അടിപൊളിയാണ്. പിന്നെ പടം മൊത്തം കൈവിട്ട് പോകും. ബീസ്റ്റ് ഇറങ്ങിയ വാരിസും സെയിം ആണ്. കണ്ടിരിക്കാൻ പറ്റിയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് തൊലിച്ചു കളഞ്ഞു. പിന്നെ മോസ്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്തിറങ്ങിയ ലിയോ ഹെവി എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ഉള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ലിയോയുടെ. ആ ഇൻ്റർവ്യൂ സീനൊക്കെ ഇപ്പോഴും ഗൂസ് ബംസ് ആണ്. എന്നാൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ആവറേജ് രീതിയിലായിപ്പോയി. ആ ഹൈപ്പിനൊന്നും സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. ഇനി വരുന്നത് ഗോട്ട് മൂവിയാണ്. ഇതേ കാര്യം തന്നെ ഗോട്ടും സംഭവിക്കുമോ എന്ന് ഭയമുണ്ട്. ഇതിലും അങ്ങനെ ആയാൽ പിന്നെ പണി തീർന്നു. അപ്പോൾ നമ്മൾ ഗോട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായാലും സെക്കൻഡ് ഹാഫിൻ്റെ എക്സ്പ്രഷൻ കുറയ്ക്കുന്നത് നല്ലതാകും. വെങ്കട് പ്രഭുവിനെങ്കിലും ഈ സെക്കൻഡ് ഹാഫ് ഷാഫ് മാറ്റാൻ പറ്റുമോ എന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും വേണ്ട, ഒരു എബോവ് വരച്ച ഫസ്റ്റ് ഹാഫും ഹെവി ആയുള്ള സെക്കൻഡ് ഹാഫും തന്നെ മതി. അതിന് മതി ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒരു പടത്തിന് വരാൻ. എന്തായാലും കാത്തിട്ട് നോക്കാം ഈ സെക്കൻഡ് ഹാഫ് ഷാവും ഇതിലേക്ക് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്ന അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ തട്ടിടുക, സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ തട്ടിടുക. കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.